പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റിൽ വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ലേ അപ്പ? ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മള് സൂക്ഷിക്കേണ്ട ആളാണ്. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി? ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്ന എനിക്ക് ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞിയും കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കുമല്ലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളയിലുള്ളൂ. സിസിലി, ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയാൾക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവടെ? എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവിൽ തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. 1 മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമാ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ?
അവളെ കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല. അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നത് അവരായിട്ട് കണ്ടതാ. നിനക്ക് ആരും പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? ഇവിടെ വേണം. പിടിക്കണവനെ. അങ്ങോട്ട് മാറി. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ അടിച്ചോ, ഒളിക്കടവിൽ അമ്മൂമ്മമാരെ വരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേന്ദ്രം പോയി. വേണ്ട വേണ്ട. എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും? ജീവൻ വേണമെങ്കിൽ ജീപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവനൊക്കെ തലേക്കറി. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവശ്യത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്? എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഇതാരാ? ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്ക് മുതലിനെ വന്ന് കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിണറ്റിന്ന് കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയി നിന്റെ ജോസ് ചേട്ടനോ മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീടന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാടാണെങ്കിൽ ഇത് പുലിയാണ്, വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും. ഞാൻ ചെല്ലട്ടെ.